ഞാൻ കൂടെയുള്ളപ്പോൾ ബാല മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്തിരുന്നു. എലിസബത്തിന്റെ പുതിയ വെളിപ്പെടുത്തൽ. തന്നെ വിവാഹം കഴിക്കുമ്പോൾ നടൻ ബാലയ്ക്ക് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും അവരുമായി നിയമപരമായി വിവാഹം കഴിഞ്ഞിരുന്നതായും വെളിപ്പെടുത്തി മുൻ ഭാര്യ എലിസബത്ത് ഉദയൻ. ആ സ്ത്രീയുടെ ഫോൺ നമ്പർ ഫോണിൽ ബാല സേവ് ചെയ്തിരുന്നു. USA പ്രോഗ്രാം എന്നായിരുന്നു സേവ് ചെയ്തിരുന്നത്. ഫോൺ വരുമ്പോൾ USA-യിൽ സ്റ്റേജ് ഷോയ്ക്ക് വിളിക്കുന്നതാണ് എന്നായിരുന്നു എന്നോട് പറഞ്ഞിരുന്നതെന്നും എലിസബത്ത് പറയുന്നു. ഒരിക്കൽ മദ്യപിച്ച് ബോധമില്ലാത്ത സമയത്ത് ആ സ്ത്രീയുമായി ഇഷ്ടത്തിലായിരുന്നുവെന്ന് തന്നോട് പറഞ്ഞു. പണമുള്ള മറ്റൊരാളെ കണ്ടപ്പോൾ തന്നെ ഉപേക്ഷിച്ച ആ സ്ത്രീ കടന്നു കളഞ്ഞുവെന്നും ബാല കരഞ്ഞു പറഞ്ഞുവെന്നും എലിസബത്ത് പറയുന്നു. സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലാണ് എലിസബത്ത് ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നത്. ഇപ്പോഴും അവരുമായി ബാലയ്ക്ക് അടുപ്പമുണ്ടെന്നും എലിസബത്ത് പറയുന്നു. അതുപോലെ തന്നെ പ്രായമായ സ്ത്രീകളെ ബെഡ്റൂമിലേക്ക് വിളിച്ചു കയറ്റി കഥ കടയ്ക്കുന്ന ഒരു സംഭവമുണ്ട്. കാര്യം ചോദിച്ചാൽ താൻ അമ്മയെപ്പോലെ കാണുന്ന ആളാണെന്ന് ബാല പറയും. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അതേസമയം ചെകുത്താൻ കേസിലെ തോക്കിന്റെ വിഷയത്തിൽ പോലീസുകാർ വീട്ടിൽ വന്നപ്പോൾ എന്നെ റൂമിലിട്ട് ലോക്ക് ചെയ്തിരുന്നു. ഞാൻ പുറത്തേക്കിറങ്ങിയാൽ ആരോടെങ്കിലും എന്തെങ്കിലും പറയുമെന്ന് പേടിയുണ്ടായിരുന്നു ബാലയ്ക്കെന്നും എലിസബത്ത് പറയുന്നു. ഈ പ്രശ്നം കഴിഞ്ഞ് 1.5 മാസം കഴിഞ്ഞാണ് ഞങ്ങൾ സെപ്പറേറ്റ് ആവുന്നത്. ഞങ്ങൾ ഏതാണ്ട് പിരിയുമെന്ന ബോധ്യമുള്ളതുകൊണ്ടാകണം ചെകുത്താന്റെ വീട്ടിലേക്ക് എന്നെയും കൂട്ടി പോയതും കേസിൽപ്പെടുത്താൻ ശ്രമിച്ചതും. അതും തനിക്ക് സംശയമുണ്ടെന്നും എലിസബത്ത് പറയുന്നു. ഇയാളുടെ വീട്ടിൽ വരുന്ന ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ ഇടയ്ക്ക് പോലീസ് പിടിച്ചിരുന്നു. സത്യത്തിൽ എനിക്ക് പേടിയുണ്ട്. ഇയാൾ വല്ല ഡ്രഗ്സും വെച്ച് എന്നെയും ഇതുപോലെ പിടിപ്പിക്കുമോ എന്ന്. പുള്ളി ഇപ്പോൾ മിണ്ടാതെ ഇരിക്കുന്നതാണ്. അധികം വൈകാതെ അയാൾ പകരം വീട്ടും. ആരും ശ്രദ്ധിക്കാതെ ഇരിക്കുമ്പോഴാകും അയാൾ എനിക്ക് നേരെ ആക്രമണം തൊടുത്തുവിടുക. ഞാൻ വല്ല വണ്ടിയും ഇടിച്ചു മരിച്ചാൽ പോലും ആളുകൾ അറിയില്ല എന്നും എലിസബത്ത് തന്റെ വീഡിയോയിലൂടെ പറയുന്നു.